ളെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ്, നിലമ്പൂർ തേക്കിൻ്റെ സ്റ്റെമ്പ് നട്ടാൽ മുളയ്ക്കുമോയെന്ന്. അങ്ങനെ സംശയമുള്ളവർക്കുള്ളൊരു വീഡിയോ ആണ് ഇത്. കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ അതിലൂടെ ഇപ്രാവശ്യം നട്ട നിലമ്പൂർ തേക്കിൻ്റെ സ്റ്റെമ്പാണ്. ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റിയും ഒക്കെ നമ്മൾ നട്ടിട്ടുണ്ട്, പലർക്കും കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി സ്റ്റെമ്പ് മുളച്ചത്, ഇതാണ് സെക്കൻഡ് ക്വാളിറ്റി സ്റ്റെമ്പ് മുളച്ചത്, ഈ കാണുന്നതാണ് തേർഡ് ക്വാളിറ്റി സ്റ്റെമ്പ് മുളച്ചത്. കണ്ടില്ലേ, ഇതിൻ്റെ വളർച്ച കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി എടുക്കാം. ഈ ഫസ്റ്റ് ക്വാളിറ്റീൻ്റെ സ്റ്റെമ്പ് നമ്മൾ നടുമ്പോൾ ഇത്ര ഹൈറ്റിൽ മാത്രം നിർത്തിയാൽ മതി പുറത്തേക്ക്. അപ്പോൾ അത് കഴിയുമ്പോൾ ഒരു 2, 3, 4 മുള വരും. അതിലേറ്റവും കരുത്തുള്ള മുള നിർത്തിയിട്ട് ബാക്കി മുള ഒടിച്ച് കളയാം. ഒടിച്ച് കളയുമ്പോഴല്ലേ ആ കരുത്തുള്ള മുള വളർന്ന് ഇങ്ങനെ വലുതായിക്കോളും. കണ്ടല്ലേ, ഇത് നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്. അപ്പോൾ നിലമ്പൂർ തേക്കിൻ്റെ സ്റ്റെമ്പ് നടാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ. കുറച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പോയിട്ട് നട്ടിട്ട് കാര്യമില്ല, അത് വളരില്ല. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വാളിറ്റി സ്റ്റെമ്പിൻ്റെ അടുത്ത് തന്നെ ഞാനൊരു സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി സ്റ്റെമ്പ് നട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു വളർച്ച കണ്ടില്ലേ, ഒക്കെ ഒരു ദിവസം നട്ട സ്റ്റെമ്പാണ്. ഒരു ദിവസം നട്ട സ്റ്റെമ്പാണ് ഈ കാണുന്നതും. അത് കണ്ടില്ലേ, അത് സെക്കൻഡ് ക്വാളിറ്റിയാണ്, ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്, ഇത് തേർഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുള വരുമ്പോൾ അത് കണ്ടില്ല, ഇതൊരു മുളയാണ്, ഇതും ഒരു മുളയാണ്. അപ്പോൾ അതിൽ നിന്നും കരുത്തുള്ള മുള എടുക്കുക, ബാക്കിയുള്ള മുള ഇതേപോലെ നുള്ളിക്കളയുക. അപ്പോൾ അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നിലമ്പൂർ തേക്കൊക്കെ നമ്മളെ തൊടിയിൽ നട്ട വളർത്തട്ടോ. ഒരു 2 വർഷം നമ്മൾ നോക്കിയാൽ മതി, വള്ളിയൊന്നും കയറാതെ. ഒരു 6 അടി പൊക്കത്തിലായാൽ പിന്നെ ഒന്നും പേടിക്കല്ല, അതങ്ങ് വളർന്നു പോയിക്കോളും. അതൊക്കെ നമ്മൾ നട്ട നിലമ്പൂർ തേക്കാണ്. പക്ഷേ അതിൻ്റെയൊക്കെ കൊമ്പ് വെട്ടണം. പക്ഷേ ഇതിൻ്റെ ഒന്നും കൊമ്പ് പെട്ടാൻ ഇപ്പം പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതിലൊരു കിളി കൂട് കൂട്ടിയിട്ട് മുട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു മുട്ട വിരിഞ്ഞ് പോട്ടെ, എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെയൊക്കെ കൊമ്പ് വെട്ടാൻ. കണ്ടില്ലേ, അതിൽ ചെറിയ കിളിയും കൂടും മുട്ടയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് വെട്ടാതെ നിർത്തിയത്. നമ്മളിത് എന്ത് ചെയ്യണം, തേക്കിൻ്റെ ഈ കൊമ്പൊക്കെ വളർന്ന് വലുതായ തേക്കിൻ്റെ കൊമ്പൊക്കെ ഇങ്ങനെ വെട്ടിക്കൊടുക്കണം. അപ്പോഴാണ് ഇത് ഇങ്ങനെ നല്ല നേരെ സ്ട്രൈറ്റായിട്ട് പോവുള്ളൂ. ഇത് നമ്മുടെ 4 വർഷം പ്രായമായ നിലമ്പൂർ തേക്കിൻ്റെ തൈയാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ വർഷം നമ്മൾ കൊമ്പ് വെട്ടലുണ്ട്. ഇപ്രാവശ്യം നമുക്ക് വെട്ടാനൊരു സമയം കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ കണ്ടില്ലേ, വെട്ടാണെങ്കിൽ ഒരുമിച്ച് വെട്ടാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നിലമ്പൂർ തേക്കിൻ്റെ സ്റ്റെമ്പ് ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, നമ്മൾ കൊറിയർ അയച്ചു തരാം.